സെറ്റാണ്. യെസ്. ഇപ്പം ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണോ വെച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കുകയായിരിക്കും രണ്ടുപേരും ഒരു സ്ഥലത്ത്. പക്ഷെ എന്നാലും ഓക്കെ, ആളെൻ്റെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ആളെന്നെ കുറിച്ച് എനിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യും. അത് തുടക്കം മുതൽ ഇന്നിപ്പോൾ ഈ 11 years കഴിഞ്ഞിട്ട് പോലും അതിന് സത്യം പറഞ്ഞ ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവളെ ആദ്യം കാണുന്ന വൺ സൈഡ് ലവ് എന്ന രീതിയിലായിരുന്നു. അവൾ പോലും അറിഞ്ഞിട്ടില്ല. അവളെ വരുന്നു പോകുന്നു. ഞാൻ അങ്ങനെ അവൾ അറിഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ചെയ്യാറില്ല. എന്നാലും ആ ഒരു സമയത്ത് നോക്കി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി അവളുടെ ഒരു നമ്മൾ ദൂരം നിന്ന് കാണുമ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കുറച്ചും കൂടി ബോൾഡാണ് പുള്ളിക്കാരത്തി. പിന്നെ അപ്പം തൊട്ട് ഞാൻ തീരുമാനിച്ചു ഇവള് പിന്നെ എങ്ങനെയായാലും ഞാൻ ഐഷുവിനെ കറക്കി എടുക്കണം. അങ്ങനെയല്ല, ലൈക്ക് ആ ഒരു പഴയ സ്നേഹം എനിക്ക് എക്സ്പ്രസ് ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ അപ്പം അങ്ങനെയുള്ള ആ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് എന്താ പറയുക, എനിക്കിപ്പോഴും ഉണ്ടാകും മനസ്സിൽ. അതിപ്പോൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഇപ്പോഴും ഗോൾഡൻ മെമ്മറീസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനൊരു വാല്യൂ ഉണ്ടായി കല്യാണം കഴിഞ്ഞപ്പോൾ. ഞാൻ ആസ് എ പാർട്ട്ണർ, ഇത് നമ്മൾ പൊക്കിയടിച്ച് ക്ലീഷേ ആയിട്ട് പറയല്ല, പക്ഷേ എല്ലാം കൊണ്ടും എനിക്ക് പറ്റിയ, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഒപ്പം നിൽക്കാൻ പറ്റിയ, എൻ്റെ കുറവുകളും കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആണ് ശ്രീ. ഒരു 4 വയസ്സുള്ളപ്പോൾ 4.5 വയസ്സുള്ളപ്പോൾ ഉണ്ണി ഉണ്ടായത്, ആദ്യമായിട്ട് എടുത്തു കിടന്ന കുട്ടി. ഭയങ്കര മെമ്മറീസ്. കുറച്ച് നമുക്ക് ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു കുഞ്ഞു ചിക്കനായിരുന്നു, ഇത്ര പെട്ടെന്ന് വലുതായി, കല്യാണമൊക്കെ കഴിഞ്ഞ്. പണ്ട് നമ്മളൊക്കെ അങ്ങനെ ചെങ്ങല്ലൂർ നമ്പൂതിരി എന്നാണ് വിളിക്കുക. ഞങ്ങൾ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഒരു വട്ടച്ചെയർ, ഇങ്ങനെ റൗണ്ട് ചെയറിൽ ഒരു ഉണ്ട കുട്ടി അതിലിരിക്കും. നല്ല രസം കാണാമായിരുന്നു. പിന്നെ അവൻ വളർന്നവരും അവൻ്റെ ഫീച്ചേഴ്സൊക്കെ മാറി. പിന്നെ പയ്യെ അവൻ പാട്ട് പാടാൻ തുടങ്ങി. ഭയങ്കര സൈലന്റ് ആട്ടോ, എൻ്റെ പോലെയൊന്നുമല്ല. ഞാൻ വീട്ടിൽ വയലന്റ് ആണെങ്കിൽ അവൻ കംപ്ലീറ്റ് സൈലന്റ് ആണ്. അതെ. ഐഷു, ഞാൻ ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം, നമ്മൾ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. വലിയ ഏട്ടാന്ന് വിളിക്കേണ്ട ഹസ്ബൻഡ് റിലേഷൻ ഒന്നല്ല നമ്മൾ. പിന്നെ നമ്മൾ ഇത്രയും കൊല്ലത്തെ പ്രണയമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴാണ് അടുത്തറിയാൻ തുടങ്ങിയത്. എന്നിരുന്നാലും ഐ ക്യാൻ പ്രോമിസ് യു, വലിയ ടൈപ്പ് ഓഫ് ലൈഫ് അല്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അതെന്ന് വെച്ചാൽ ഏതൊരു എനിക്ക് മാത്രമല്ല, ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചോളം ആ താലികെട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ സിന്ധു കെട്ടുന്ന ആ മൊമെൻറ്റ് ഭയങ്കര എന്താ പറയുക, ഒരു പ്യൂറായിട്ടുള്ളൊരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, മാമൻ്റെ മോനായതുകൊണ്ട് അനിയൻ ഏട്ടൻ ബന്ധമാണെങ്കിലും പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ശരിക്കും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. എന്തായാലും അവളെ തന്നെ കെട്ടാൻ പറ്റി, അടിപൊളി, അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മൊമെൻറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു, ഞാൻ മാത്രമല്ല അവളും ഞങ്ങൾ ഒരുമിച്ച് കാത്തിരുന്നത്. അത് ഈ പറയുമ്പോൾ ക്ലീശയായി തോന്നുമെങ്കിലും ആ വരുന്ന് കാണുമ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതിനൊരു പ്രതിഫലം, നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലം പോലെ നമ്മൾ വീട്ടുകാർക്കും
ഇപ്പോൾ ഒരു ലൈക്ക് ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് വീട്ടുകളെന്ന് പറയണല്ലോ, നമ്മൾ ആ സ്നേഹത്തിന് വിലയുണ്ട് നമ്മൾ വീട്ടുകാരെയും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിലും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാനും എന്തോ വലിയൊരു സാമ്രാജ്യം കീഴടക്കിയ പോലെ ആയിരുന്നു എനിക്ക്. അതായത് ഐഷുവിനെ ആ സമയത്ത് ആ ഒരു അറ്റയറിൽ കാണുമ്പോൾ ആ ഒരു വരവും കാര്യങ്ങളും. Wish them both അതെ, a happy married life. മാരേജ് ലൈഫ്. അപ്പൊ ഞങ്ങളുടെ ഐശുവിനും ശ്രീവത്സേനും ഞങ്ങളുടെ വക ഒരു അടിപൊളി വിഷസ്. അപ്പോൾ ഇനി അവളുടെ ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ നേരുന്നു. ഇത്രയുള്ളൂ. I can promise you a good life all together. അത്രേ ഉള്ളൂ. ലവ് യു. മതി, അത് മതി, വേറെ ഒന്നുമില്ല. അതെ.